സാധാരണക്കാരായ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ഏതൊരു വ്യക്തിയുടെയും നിത്യജീവിതത്തിൽ ഓരോ നിമിഷവും ഇടപെടുന്ന പ്രസ്ഥാനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. എംപിയെയും MLAയും എല്ലാ ദിവസവും ആവശ്യമില്ല. പക്ഷേ ഒരു പഞ്ചായത്ത് മെമ്പറെയും മുനിസിപ്പൽ കൗൺസിലറെയോ ഒരു കോർപ്പറേറ്ററെയോ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എല്ലാ നിമിഷവും കണ്ടുകൊണ്ടിരുന്നാൽ, സംസാരിച്ചു കൊണ്ടിരുന്നാൽ അത് ആവശ്യമുണ്ട് എന്നുള്ള ധാരണയാണ് ജനങ്ങളുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ചലനാത്മകമായിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഏതൊക്കെ കാര്യങ്ങളിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇടപെടാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 2 മാസം പൂർത്തിയായില്ല, ഒരു 50-55 ദിവസം മേയർ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇടപെടാൻ പറ്റാത്തതായിട്ട് ഈ സമൂഹത്തിൽ ഒരു കാര്യവും കാണാനില്ല എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയാനുള്ളത്. അപ്പോൾ അത്രത്തോളം അനന്തമായ സാധ്യതയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ കൃത്യമായ രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ, വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ, സംസ്ഥാനത്തിൻ്റെ ആയിക്കോട്ടെ രാജ്യത്തിൻ്റെ ആയിക്കോട്ടെ സാമ്പത്തിക ഘടനയിലും മറ്റ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലുമൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ സാധിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത തദ്ദേശ ദിന പരിപാടിയിൽ ഒരു സെഷനിൽ ഞാൻ പങ്കെടുത്തിരുന്നു. വളരെ നല്ല രീതിയിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അവരുടെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ വന്ന ഒരു അക്ഷരാർത്ഥത്തിന് വലിയൊരു ആഘോഷമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ വികസന സെമിനാർ നടക്കുന്നത്. മേയർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ നിങ്ങളെ നമ്മളോടൊപ്പം സംസാരിക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ളത് ഈ ഭരണസമിതിയുടെ നിശ്ചയിക്കപ്പെട്ടുള്ള 5 വർഷ കാലാവധി മാത്രമല്ല, മറിച്ച് 2047 ആകുമ്പോൾ, അതായത് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് 100 വർഷം കഴിയുമ്പോഴേക്കും ഭാരതം ലോകത്തിന്റെ ഗുരുസ്ഥാനത്തെത്തി നിൽക്കണം, ലോകത്തിന് മാർഗം കാണിച്ചു കൊടുക്കുന്ന, ലോകം അനുഗമിക്കേണ്ട രാജ്യമായിട്ട് ഭാരതം മാറണം എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ വേണ്ടി ഈ രാജ്യത്ത് സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിൽ ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെയുള്ള ആത്മവിശ്വാസവുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ ഈ കാലയളവിനിടയിൽ ഏകദേശം ഒരു 25-30 കോർപ്പറേഷൻ മേയർമാരുമായിട്ട് സംസാരിക്കുവാൻ എനിക്ക് സാധിച്ചു. ഒരു 8-10 പേരെ നേരിട്ട് കാണാനും ബാക്കിയുള്ളവരൊക്കെ തന്നെ വീഡിയോ കോൺഫറൻസിലൂടെ തന്നെ കാണാൻ സാധിച്ചു. ഈ മാസം ഒരു 3 ദിവസത്തെ ഡൽഹിയിലേക്കുള്ള ട്രെയിൻ യാത്രയിലും അതിനുശേഷം 2 ദിവസം അവിടെ നിന്നുള്ള അനുഭവത്തിലും എനിക്ക് മനസ്സിലായത്, യാതൊരു സംശയവുമില്ല, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി മാറുവാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളത് തിരുവനന്തപുരത്തിനാണ്, തിരുവനന്തപുരത്തിന് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരത്തിന്റെ അനന്തമായ സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുമ്പോഴേക്കും യാതൊരു സംശയവും വേണ്ട, ഏതൊക്കെ തരത്തിൽ യോജിക്കാൻ സാധിക്കും എന്നുള്ള മേഖലയിൽ നിന്നുകൊണ്ട് യോജിച്ചുള്ള പ്രവർത്തനമായിരിക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്.